ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെലൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്യൂട്ടർ കേക്കാണ്. ഇത് പിസ്തയും മാംഗോയും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്നും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 ലെയറിൽ താഴത്തെ ലെയർ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓയിലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കാം. ഞാൻ സൈഡിലും ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ സെക്കൻഡത്തെ അതായത് മുകളിലത്തെ ലെയറും ഞാൻ ചെറിയൊരു 6 ഇഞ്ച് ടിന്നിലാണ് ചെയ്തെടുക്കുന്നത്. അതും ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റും അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/3 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് തന്നെ തരിച്ചെടുക്കാം. അപ്പോൾ 3-4 പ്രാവശ്യം തരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം തരിക്കുന്നത് അത്രത്തോളം നല്ലതാണ് കേക്കിന്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് തന്നെ ഡ്രൈ ആയിരിക്കണം. ഇതിലേക്ക് 6 കോഴിമുട്ടയുടെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ് വൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം നന്നായിട്ട് പതഞ്ഞ് വരുന്ന സ്റ്റേജ് എത്തുമ്പം കുറച്ചായിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിത് കറക്റ്റ് മധുരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എഗ് യോക്കും എഗ് വൈറ്റും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടില്ല. ഇനി നമ്മുടെ എഗ് യോക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എഗ് വൈറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്മൂത്തായിട്ട് മിക്സ് ചെയ്യണം, ഓവർ മിക്സിങ് പാടില്ല കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാലായിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്താണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വീണ്ടും പറയാൻ കേട്ടോ, ഓവർ മിക്സിങ് പാടില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഇടുന്നില്ല കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 2 ഫ്ലേവറാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം ഒരു ബൗളിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ടൈഗറിൻ്റെ പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മിക്സിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 കോഴിമുട്ടയുടെ മിക്സാണ് കേട്ടോ ഈ പിസ്തയിലേക്ക് ഒഴിക്കുന്നത്. താഴത്തെ ലെയറാണ് ഞാൻ പിസ്ത കൊണ്ട് ചെയ്യുന്നത്. അപ്പം 4 കോഴിമുട്ട താഴത്തെ ലെയറിനും 2 കോഴിമുട്ട മുകളിലത്തെ ലെയറിനും ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എല്ലാം കൂടെ ഒപ്പം ചെയ്തെന്നുള്ളൂ. ഇനി 1/2 ടീസ്പൂൺ മാംഗോയുടെ എസൻസ് മറ്റേ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2ഉം കുക്കറിലേക്കും നമ്മുടെ കേക്ക് ടിന്നിലേക്കും പാർന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വാഷർ ഇട്ടിട്ട് വിസിൽ ഒഴിവാക്കിയിട്ടാണ് ഞാൻ കുക്കർ വെക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ മാംഗോയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തവ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് അതിന് ശേഷം ആണ് ഞാൻ മിക്സ് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് കുക്കായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഒരു നല്ലൊരു സ്മെല്ല് വരും. ആ ടൈമാണ് കേട്ടോ കറക്റ്റ് കുക്കായിട്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക, എന്നിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കാം. എനിക്കിവിടെ ചെറുതിന് 20 മിനിറ്റും കുക്കറിന് 30 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്, രണ്ടും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി വെക്കേണ്ടത്, അല്ലെങ്കിൽ സൈഡൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ നന്നായിട്ട് ചൂടാറിന് ശേഷം കേട്ടോ അടുത്ത സ്റ്റെപ്പൊക്കെ ചെയ്യേണ്ടത്. ഞാൻ ചെറുത് 4 ലെയറായിട്ടും വലുത് 3 ലെയറായിട്ടോ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ചെറുതൊരു പ്ലേറ്റിൽ ഐസിങ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ താഴെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ 3 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 3 to 3.25 കപ്പിൻ്റെ ഇടയിലാണ്. എന്നിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം മാംഗോയുടെ എസൻസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം മുകളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് പഴയ സ്റ്റെപ്പിനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ 4 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് വിപ്പിംഗ് ക്രീം ചെയ്യാം. നിങ്ങൾക്ക് കാർഡൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എനിക്കൊന്നും കൂടെ സിമ്പിളായിട്ട് തോന്നാറുള്ളത് കാർഡ് വെച്ച് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ വലുതും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലുത് ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. വലുതും നല്ലതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി മുകളിലേക്ക് ഒഴിക്കാനുള്ള ഗണാഷ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 6 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു 3-4 ഡ്രോപ്പ് മാംഗോയുടെ എസൻസുമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഫ്ലേവറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ സ്റ്റൗവിൽ വെക്കേണ്ടത്, അല്ലാണ്ട് ഒരിക്കലും സ്റ്റൗവിൽ വെക്കരുത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുമ്പം സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തണുക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരിക്കലും ഇളക്കൽ നിർത്താൻ പാടില്ല. ഇനി ഞാനതൊരു പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ക്രാപ്പർ വെച്ച് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ടേ. ഇനി സൈഡിൽ ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ടേ. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തെ ലെയറും ഐസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴത്തെ ലെയറിൽ ഇതുപോലത്തെ സ്റ്റിക്ക് വല്ലതും കുത്തി കൊടുക്കാം. മുകളിലത്തെ ലെയർ വെക്കുമ്പം താന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 4 കമ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ മുകളിലത്തെ ലെയർ പതുക്കെ എടുത്തിട്ട് താഴത്തെ ലെയറിലേക്ക് വെക്കാം. അപ്പോൾ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളകിപ്പോയാൽ ചിലപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ലെയർ ഒന്ന് തട്ടി തെറ്റും. ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് സെറ്റായതിന് ശേഷം ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ താഴെ ഇതുപോലെ ഡെക്കറേഷനും മുകളിൽ ഡെക്കറേഷനും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇന്ന് പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ ബൈ.